ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ രാജവിദ്യാ രാജഗുഹ്യ യോഗയിലെ ശ്ലോകം 31 അതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാന്തീം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി ന മേ ഭക്തഃ പ്രണശ്യതി. ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് നോക്കാം. ക്ഷിപ്രം എല്ലാവർക്കും അറിയാം, ഉടനെ. ഭവതി ആയിത്തീരുക. ഭവതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ആയിത്തീരുക എന്നാണ് അർത്ഥം. ധർമാത്മാ ധർമ്മബോധമുള്ള. ശശ്വച്ഛത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ശാശ്വതമായ. ശാന്തീം ശാന്തി. നിഗച്ഛതി അർത്ഥം പ്രാപിക്കുന്നു. കൗന്ദേയ കുന്തിപുത്ര. പ്രതിജാനീഹി അറിയുക. ന അർത്ഥം ഇല്ല. മേ എൻ്റെ. ഭക്തഃ ഭക്തൻ. പ്രണശ്യതി അർത്ഥം നശിക്കുക. നമുക്ക് വാക്യാർത്ഥം നോക്കാം. അവൻ വേഗം ധർമാത്മാവായി തീരുന്നു. ആര്? എന്നെ ഭജിക്കുന്നവൻ. 30-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഏറ്റവും ദുരാചാരനായാൽ പോലും എന്നെ ഭജിക്കുന്നവൻ വാസ്തവത്തിൽ ധർമ്മബോധമുള്ളവനെന്നു തന്നെ കരുതപ്പെടണം. ഇതാണ് 30-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളവൻ വേഗം തന്നെ എന്തായിത്തീരുന്നു? ധർമാത്മാവായി തീരുന്നു. അങ്ങനെയുള്ള ഭക്തന് ശാശ്വതമായ ശാന്തി ലഭിക്കുന്നു. ഹേ കുന്തിപുത്ര, എൻ്റെ ഭക്തൻ നശിക്കുന്നില്ല എന്ന് നീ അറിയുക. എന്താണ് അർത്ഥം? ഭഗവാൻ എന്താണ് പറയുന്നത്? ദുരാചാരനായാൽ പോലും എന്നെ ഭജിക്കുന്നവൻ അതിവേഗം സദാചാരിയായി തീരുന്നു. അല്ലയോ അർജുന, ഉറപ്പായും എൻ്റെ ഭക്തൻ ഒരിക്കലും ദുഃഖിക്കാൻ അല്ലെങ്കിൽ നശിക്കാൻ ഇടവരുന്നില്ല. ഫലേച്ഛ കൂടാതെ എന്നെ ഭജിക്കുന്ന ഭക്തൻ ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരുന്നില്ല. ആ ഭക്തനെ ഉദ്ധരിക്കാൻ ഭഗവാൻ പ്രതിജ്ഞാബദ്ധനാണ്. കർമ്മവാസന കൂടാതെ ഭഗവാനെ ഭജിക്കുന്നവർ ഒരിക്കലും നശിക്കുന്നില്ല. അവൻ്റെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. ആ ഈശ്വരൻ്റെ ഉള്ളിൽ ഭക്തൻ എന്നേക്കുമായി രക്ഷിതനായി ഭവിക്കുന്നു. അങ്ങനെ ഒരു ദുഷ്ടനാണെങ്കിൽ പോലും അവൻ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. പിന്നെ ഭഗവാൻ ഒരൊറ്റ ജോലിയേ ഉള്ളൂ. എന്താണ്? ആ ഭക്തൻ്റെ ഉള്ളിൽ കുടികൊണ്ട് അവൻ്റെ ഹൃദയത്തിലുള്ള അഴുക്ക് ശുദ്ധീകരിക്കുക. അതായത് തൻ്റെ താമസസ്ഥലം അഴുക്കു നിറഞ്ഞതാകാൻ പാടില്ല എന്ന് ഭഗവാന് നിർബന്ധമുണ്ട്. അപ്പോൾ എത്ര വലിയ ദുരാചാരിയും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ഉള്ളിൽ ഭഗവാൻ കുടികൊണ്ട് തൻ്റെ തെറ്റുകൾ പൊറുക്കേണമേ എന്ന് ഭഗവാനോട് ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്ന ഏതൊരു ദുരാചാരിയുടെ ഉള്ളിലും ഈശ്വരൻ കുടികൊണ്ട്
ഭഗവാൻ ഇരിക്കുന്ന ആ വാസസ്ഥലം ഈശ്വരൻ തന്നെ ശുദ്ധീകരിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, ആ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഭഗവാൻ അവിടെ ശുദ്ധിയാക്കാൻ ആരംഭിക്കും. ശുദ്ധിയാകും തോറും ആനന്ദസ്വരൂപനായ ഭഗവാന്റെ സാന്നിധ്യം ഭക്തന്റെ ഉള്ളിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും. അതുകൊണ്ടാണ് ക്ഷിപ്രം ഭവതി ധർമാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് എല്ലാ ഭേദചിന്തകളും അകന്ന് ഭക്തന്റെ ഹൃദയം പൂർണ്ണമായ ആത്മാനുഭവത്തിന് പാത്രമായി തീരും. ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ആരംഭിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഉടമ എത്ര തന്നെ ദുഷിച്ച രീതിയിൽ നടന്നവനാണെങ്കിലും അവൻ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവനെ സത്യമാർഗത്തിൽ കൂടി നടത്തിക്കൊള്ളും. അതാണ് ഭഗവാൻ ഈ വാചകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. ചിലപ്പോൾ നമ്മൾ എന്തു ചെയ്യും? വീണ്ടും വീണ്ടും ആ തെറ്റുകൾ അറിയാതെ ചെയ്തു പോകും. കാരണം അത് നമ്മുടെ കർമ്മവാസനയാണ്. വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ചിലർ ദേഷ്യപ്പെട്ട് സംസാരിക്കും. എപ്പോഴും അവരാലോചിക്കും, ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, എൻ്റെ ദേഷ്യം കുറയ്ക്കണമെന്ന്. പക്ഷേ അവർക്കതിന് സാധിച്ചു എന്ന് വരില്ല. കാരണം വർഷങ്ങളായിട്ട് അവരങ്ങനെ ശീലിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. എങ്കിലും അവർ ഭഗവാനെ ആശ്രയിച്ചിട്ട് ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ഇങ്ങനെയൊരു പ്രശ്നം എനിക്കുണ്ട്, എൻ്റെ ആ പ്രശ്നം ഭഗവാൻ ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിച്ച് ദിവസവും ഭഗവാന്റെ കഥകൾ കേട്ട് നാമം ജപിച്ച് ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുകയും ആ ഹൃദയത്തിൽ, ആരുടെ ഹൃദയത്തിലാണോ, ഏത് ശരീരത്തിലെ ഹൃദയത്തിലാണോ ഭഗവാൻ കുടികൊണ്ടിരിക്കുന്നത്, ആ ശരീരത്തിലുള്ള ഓരോ അവയവത്തെയും ഭഗവാൻ ശുദ്ധീകരിക്കും. ചിലർ കപടഭക്തിയൊക്കെ കാണിക്കും. രുദ്രാക്ഷമൊക്കെ ഇടും, എന്നും രാവിലെയും വൈകുന്നേരവും അമ്പലത്തിൽ പോകും, ഭയങ്കര നാമജപം, പ്രാർത്ഥന, എല്ലാ മാസവും ഗുരുവായൂർ പോകും, ഏകാദശിയൊക്കെ എടുക്കും. പക്ഷേ അമ്പലത്തിൽ ചെന്നിരുന്ന് എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ ദുഷിക്കുക, ഞാൻ വലിയ ഭക്തനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുക. അത് യഥാർത്ഥ ഭക്തിയല്ല. യഥാർത്ഥ ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും വലിയ വലിയ ക്ഷേത്രങ്ങളിൽ. ഏതെങ്കിലും ഒരു മൂലയ്ക്കിരുന്നു കൊണ്ട് അവിടെ വന്നിരിക്കുന്ന ഭക്തരെ സഹായിക്കാനായി കാത്തു നിൽക്കുന്ന ഭഗവാന്റെ യഥാർത്ഥ ഭക്തരെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമ്മളങ്ങോട്ട് ആ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പോകുന്ന സമയത്ത് നമ്മളെയൊക്കെ ഇടിച്ചിട്ടിട്ടാണ് പുറകിൽ നിന്ന് ആളുകൾ കയറുന്നത്. എന്ന് വെച്ചാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഭഗവാനെ അങ്ങോട്ട് കാണണം. അപ്പോൾ ചിലപ്പോൾ ഈ പ്രായമായവരും കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവരുമൊക്കെ തെള്ളി പുറകോട്ട് പോകും, അതല്ലെങ്കിൽ വീഴാനായിട്ട് പോകും. നമ്മൾ പോയിട്ട് ആദ്യം ഭഗവാനെ കാണാനായിട്ട് അങ്ങ് ഓടിപ്പോവുകയാണ്, ഇതൊന്നും ശ്രദ്ധിക്കാതെ. നമ്മൾ കാണും ഈശ്വരനെ, ശ്രീകോവിലിനകത്തിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം നമ്മൾ കാണും. ശ്രീകോവിലിന് മുമ്പിൽ തന്നെ ചെന്ന് നിന്ന് കാണും. പക്ഷേ ഈശ്വരൻ എങ്ങോട്ടായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്? നമ്മൾ തള്ളിയിട്ട ആ പാവം അമ്മുമ്മയോ അതല്ലെങ്കിൽ ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് വന്ന ആ മാതാവിനെയും ആയിരിക്കും ഭഗവാൻ ആ സമയം നോക്കുന്നത്. അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നും ആഗ്രഹിക്കാതെ വേണം എന്തു ചെയ്യാൻ? ഭഗവാനെ പ്രാർത്ഥിക്കാൻ. ഭഗവാന്റെ ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ എന്തു ചെയ്യണം? ചെയ്തു കൊടുക്കണം. ഭഗവാൻ എപ്പോഴും പറയുന്നത് എന്താണ്?
എൻ്റെ ഭക്തരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്, 7 തവണയാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ ഭക്തരുടെ 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 എന്ന് പറഞ്ഞ് ഭഗവാൻ 7 തവണ പറയും. ആ ഭക്തരുടെ ഭക്തരെയാണ്, ആ ഭക്തരെ സംരക്ഷിക്കുന്നവനെയാണ്, ആ ഭക്തർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ തിരുപ്പതിയിൽ പോകുമ്പോൾ സേവ ചെയ്യാനായിട്ട് ആളുകൾ നിൽക്കുന്നത് കാണാം. വർഷങ്ങളാണ് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുന്നത്. എന്തിനാണ് അവരങ്ങനെ സേവ ചെയ്യുന്നത്? 1 രൂപ ക്ഷേത്രത്തിൽ നിന്നും പ്രതിഫലം പറ്റിക്കൊണ്ടല്ല അവരത് ചെയ്യുന്നത്. അവർ നമ്മളെ കയറ്റിവിടാനായിട്ട്, ക്യൂവിലേക്ക് കയറ്റിവിടാനായിട്ട് നിൽക്കും. അവിടെയുള്ള ടോയ്ലറ്റുകൾ കഴുകാനായിട്ട് നിൽക്കും. അന്നദാന മണ്ഡപത്തിൽ ഊണ് വിളമ്പാനായിട്ട് നിൽക്കും. ക്ഷേത്രം വൃത്തിയാക്കാനായിട്ട് നിൽക്കും. ഇതൊന്നും പൈസയ്ക്കല്ല. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ സൗകര്യം കണക്കിലെടുത്തിട്ടാണ് ഈ വിധത്തിലുള്ള സേവനങ്ങൾ അവരവിടെ ചെയ്യുന്നത്. അവർക്കറിയാം, ആ ക്ഷേത്രത്തിനകത്ത് പോയി നിന്ന് ഭഗവാനെ കണ്ടു തൊഴുന്നതിലല്ല ഭഗവാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. എന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ നിൽക്കുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? നിശബ്ദമായി ആ ജോലികൾ അവിടെ നിന്ന് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് വന്നു നിൽക്കുന്ന ആളുകൾക്ക് 1 ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നവനെ ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഓർക്കുക. അതുകൊണ്ട് ഈ ഭാഗം കേൾക്കുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത മാസം ഗുരുവായൂർ ഏകാദശി വരുന്നു. കുറേയെങ്കിലും ആളുകൾ ഗുരുവായൂർ ഏകാദശി തൊഴാനായിട്ട് പോകും. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം പ്രാർത്ഥിക്കാനായിട്ട് പോകും. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പോകും. നിങ്ങൾ ചിന്തിക്കുക, ഇനി അടുത്ത തവണ ഇതുപോലുള്ള വിശേഷ അവസരങ്ങളിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഭഗവാന്റെ ഭക്തർക്ക് ഒന്നുമില്ലെങ്കിൽ തൻ്റെ തൊട്ടടുത്ത് തൊഴാനായിട്ട് ഒരു പ്രായമായ ഒരു അമ്മുമ്മയുണ്ടെങ്കിൽ ആ അമ്മുമ്മയെ നമ്മുടെ മുമ്പിലേക്കൊന്ന് കയറ്റി നിർത്തി നന്നായിട്ട് തൊഴാനൊന്ന് സഹായിച്ചാലും മതി. എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ ഒരു ഭക്തനെയെങ്കിലും നമ്മൾ സഹായിച്ചു എന്നുള്ള പുണ്യവും കൂടി നമുക്ക് കിട്ടും. എത്ര പേര് അങ്ങനെ ചെയ്യും? നിങ്ങൾ കമൻ്റ് ഇടുക. ഇന്നത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ കഥകൾ കേൾക്കുക, നിരന്തരം നാമം ജപിക്കുക. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളട്ടെ. അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഹരേ കൃഷ്ണ.